നമസ്കാരം, ഞാൻ രശ്മി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് മഗ് കേക്ക് ആണ്. ആവിയിൽ വേവിച്ചെടുത്ത ചോക്ലേറ്റ് മഗ് കേക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പൊ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഓവനോ ഓവൻ സെറ്റപ്പോ ബീറ്ററോ മിക്സിയോ പിന്നെ മുട്ടയോ ഒന്നും തന്നെ ആവശ്യമില്ല. എളുപ്പത്തിൽ തയ്യാറാക്കാം. 2 മിനിറ്റ് കൊണ്ട് തന്നെ ബാറ്റർ തയ്യാറാക്കി പെട്ടെന്ന് തന്നെ ആവിയിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്നൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരു കേക്ക് കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാം. അപ്പോൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തണുക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ പറ്റിയ ഒരു കേക്കാണ്. ഒരു സ്റ്റീമറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇഡലി ചെമ്പുണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം ഈ ഒരു കേക്ക്. പെട്ടെന്ന് തന്നെ ഒരു കേക്ക് കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് അപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു കേക്ക് സാധാരണ കേക്ക് പോലെയല്ല, അത് ശരിക്കും പറഞ്ഞാൽ ചോക്കോലാവ കേക്കിന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് വരുന്ന ഒരു കേക്കാട്ടോ. ചോക്കോലാവ കേക്ക് കഴിച്ചവർക്കറിയാം അതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന്. നമ്മുടെ ഓൾറെഡി അതിന്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കി നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്കും ഉണ്ടാക്കുന്നത്. ആവിയിലാണെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പേ നമ്മുടെ ചിക്കു സ്റ്റൈൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് മെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിവ് അവേയിലും പങ്കെടുക്കാം. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നല്ല അടിപൊളി ആവിയിൽ വേവിച്ച മഗ് കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ മഗ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ സ്റ്റീമർ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. വെള്ളം ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെക്കാം. പിന്നെ ഇതുപോലത്തെ സ്റ്റീമർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇഡലി ചെമ്പ് ഉണ്ടാവുമല്ലോ വീട്ടിൽ, അത് വെച്ചിരുന്നാലും മതി. അതിനകത്തോട്ട് നമുക്ക് കപ്പ് ഓരോന്നായിട്ട് അങ്ങ് ഇറക്കി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ സെറാമിക്കിന്റെ കപ്പോ സ്റ്റീലിന്റെ കപ്പോ അല്ലെങ്കിൽ ഗ്ലാസോ പിന്നല്ല സ്റ്റീലിന്റെ ചെറിയ ബൗളുകളോ ഏത് വേണേലും ഉപയോഗിക്കാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഓയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 2 കപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ പറയുമ്പം 1/2 കപ്പിൻ്റെ 1/4 ഭാഗത്തോളം വരും. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയണം. വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. സ്പൂണ് വെച്ചിട്ടാണെങ്കിലാണ് കുറച്ചും കൂടെ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുക. അത് നമുക്കൊന്ന് അലിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് പഞ്ചസാരയൊക്കെ മുഴുവനും അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമ്മളത് കോരി നോക്കുന്ന സമയത്ത് പഞ്ചസാരയുടെ തരികളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണേ. ഇനി അതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്പൂൺ ആയാലും ഫോർക്കായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഓയിലും പാലും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. കാരണം ആ ഓയിൽ മോൾ ഭാഗത്ത് പൊങ്ങിക്കിടക്കും. അങ്ങനെ ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. നന്നായിട്ട് മിക്സ് ആകുമ്പോഴത്തേക്കും പാല് കുറച്ചൊരു പിരിഞ്ഞ പോലെയൊക്കെ വരും കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 1/2 കപ്പിൻ്റെ 1/4 ഭാഗത്തോളം വരും. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതായത് ഈ മൈദയും കൊക്കോ പൗഡറും കൂടെ ചേരുന്ന സമയത്ത് 1/2 കപ്പ് ഉണ്ടായിരുന്നാൽ മതി. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മതി. ഡയറക്റ്റായിട്ട് ഇടണ്ട, ഇങ്ങനെ അരിച്ച് തന്നെ ഇടണം കേട്ടോ. അപ്പോഴെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുള്ളൂ. അരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, കഴിഞ്ഞു. മിക്സ് ചെയ്യുക, അടുപ്പത്ത് വെക്കുക, അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പൊടിയെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചൊരു ലൂസ് പോലെ ഉണ്ടാവും. നമ്മൾ സാധാരണ കേക്കിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എല്ലാം ഉണ്ടാവാം. കുഴപ്പമൊന്നുമില്ല. നമുക്കിത് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് 2 കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്റ്റീമറിൽ വെള്ളമൊക്കെ വെച്ച് നന്നായിട്ട് അടിയിൽ വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ സ്റ്റീമറിൻ്റെ ഈ ഒരു തുളയുള്ള പാത്രം ഉള്ളത്. അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. സാധാരണ അപ്പച്ചമ്പുണ്ടല്ലോ, അതിലായാലും കുഴപ്പമൊന്നുമില്ല. ഇഡലി തട്ടിൽ അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തിരുന്നാലും മതി. ഇത് നമ്മൾ അടച്ചു വെക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കുറച്ചൊന്ന് ആവി പോകാനുള്ള ഒരു സ്പേസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം മുകളിലൊക്കെ തുളയുണ്ട്, അതിൽ കൂടെ പോവുമെങ്കിലും അത് പോരാ. കുറച്ചൊന്ന് സൈഡ് അടപ്പ് നന്നായിട്ട് അമർത്തി അങ്ങോട്ട് അടയ്ക്കേണ്ട, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആവി വെള്ളം നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് വീഴും. അപ്പോൾ അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറച്ച് തുറന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. ഇനി നമുക്ക് തീ ഒന്നൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയെടുക്കാം.
ഇപ്പോൾ ഒരു 13 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ആയിട്ടുണ്ടാകും. ഒരു 13 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. അടിപൊളി, കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്ന് ഇരിപ്പുണ്ട്. ഇതിനിപ്പോൾ കുത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ചോക്ലേറ്റിൻ്റെ പീസസ് ഒക്കെ ഇട്ടതുകൊണ്ട് അടിഭാഗത്ത് ചോക്ലേറ്റി ആയിരിക്കും. അപ്പോൾ അത് കുറച്ച് ലിക്വിഡ് ആയിരിക്കും. നമ്മളിപ്പോൾ ചോക്കോലാവ കേക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ഫ്ലേവറിലാണ് നമ്മൾ ഈ ഒരു കേക്ക് കഴിക്കാൻ പോകുന്നത്, അതും ആവിയിൽ വേവിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് ഒന്ന് തണുക്കാം. ഒരു 5 മിനിറ്റ് മാത്രം മതി, ഒന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ അതുകൊണ്ട് കുത്തി നോക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയില്ല. മോൾ ഭാഗത്ത് മാത്രം വേണമെങ്കിൽ ഒന്ന് കുത്തി നോക്കാം. മോൾ ഭാഗത്ത് കുത്തി നോക്കിയാൽ ഒന്നും പറ്റിപ്പിടിച്ചിട്ടൊന്നും വരില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്. കുറച്ച് ഒന്ന് തണുത്തിട്ടുണ്ട്, ഒരുപാട് തണുത്തിട്ടൊന്നുമില്ല. ഒരു 5 മിനിറ്റ് ഒക്കെ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ശരിക്കും കണ്ട അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലാവ, ആ ചോക്ലേറ്റ് മെൽറ്റായതാണത്. അതും കേക്കിൻ്റെ പോർഷനും എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് വരുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പറയുക, അടിപൊളി. നമ്മളിത് ആവിയിൽ വേവിച്ചതാണെന്നൊന്നും പറയില്ല കേട്ടോ. നമ്മൾ സാധാരണ ചോക്കോലാവ കേക്ക് കഴിക്കുന്ന ആ ഒരു ഫീലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ടയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാം. അടിപൊളിയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു മഗ് കേക്ക് ഉണ്ടാക്കിയത്. ഇതുണ്ട്, ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണുള്ളത്. കേക്ക് മോൾ ഭാഗത്ത് ഉണ്ടാവും, അടിഭാഗത്ത് ഇതിൻ്റെ ആ ഒരു മെൽറ്റ് ചോക്ലേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മളിങ്ങനെ തോണ്ടി ഇങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. രണ്ടും കൂടെ ചേർത്ത് വേണം കഴിക്കാനായിട്ട്. പിന്നെ കേക്ക് കുറച്ച് സമയം പുറത്ത് വെക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് തണുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് താഴും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അതിൻ്റെ മുകളിൽ ഇനി നമുക്ക് ഐസ്ക്രീം ഇട്ട് കഴിക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. ഇങ്ങനെ കഴിച്ചാൽ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷേ ഐസ്ക്രീമും കൂടെ ഇട്ട്, വാനില ഐസ്ക്രീമും കൂടെ ഇട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ എന്താ പറയുക, വേറൊരു ലെവലാണ്. നമ്മൾ അടുത്ത കേക്കിൻ്റെ മുകളിൽ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്നു. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ഉണ്ടാക്കി നോക്കണേ. അതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്ന ഐസ്ക്രീം ആയാലും മതി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എടുക്കുന്ന സമയത്തും ഐസ്ക്രീമിൻ്റെ പോർഷനും കേക്കിൻ്റെ പോർഷനും കേക്കിൻ്റെ അടിയിലുള്ള ചോക്കോലാവ ചോക്ലേറ്റിൻ്റെ ആ ഒരു പോർഷനും എല്ലാം കൂടെ ഒരുമിച്ച് വേണം എടുത്ത് കഴിക്കാനായിട്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഉണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ള കാര്യത്തിൽ. കാരണം ഐസ്ക്രീമും കൂടെ വന്നിരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കേക്ക് ചെറിയ ചൂടുണ്ട് കേട്ടോ, മുഴുവനായിട്ട് തണുത്തിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണ്ട. തണുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും മെൽറ്റായിട്ടുള്ള അടിയിലുള്ള പോർഷൻ ഇല്ല, അത് കുറച്ച് തിക്കാവും. അതിൻ്റെ ചോക്ലേറ്റിൻ്റെ പീസ് പോലെ തന്നെ ചിലപ്പോൾ കട്ടിയൊക്കെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ കഴിക്കുകയാണ് നല്ലത്. നമ്മൾ സാധാരണ കേക്കൊക്കെ ഒത്തിരിയും തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കണം, കുറേ സമയം വെയിറ്റ് ചെയ്യണം നോക്കില്ല. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉണ്ടാക്കുക, അടുപ്പത്ത് നിന്ന് എടുക്കുക, ഒന്ന് തണുക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കഴിക്കാം. ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം കൂടെ ഇട്ടാൽ കുശാലായി. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എസ്പെഷ്യലി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ ചിക്കൂസ് ഡൻ ഫാമിലി എന്നുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഞാൻ കാത്തിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.